നമസ്കാരം. വിനിയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയൊക്കെ എല്ലാവരുടെയും വീടുകളിൽ ഉള്ളതാണ്. എന്നാൽ പ്രവാസികളായിട്ടുള്ളവർക്ക് കറിവേപ്പിലയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് അങ്ങനെ കറിവേപ്പില കൊണ്ടുപോയാൽ കുറച്ച് അധികം നാൾ കേടുകൂടാതെ സൂക്ഷിക്കണമല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് എന്നാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. മാർക്കറ്റുകളിൽ നിന്നും വാങ്ങിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ അത് കൊണ്ടുവന്ന ഉടനെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വെള്ളം വാരാൻ വെച്ച് അതിൻ്റെ വെള്ളമയമെല്ലാം നമ്മളൊന്ന് ഒപ്പിയെടുക്കണം. ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ച് ഒപ്പിയെടുത്താൽ മതി. അതല്ലെങ്കിൽ ഫാനിൻ്റെ കീഴിൽ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ. കാരണം വെള്ളമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കറിവേപ്പില ഉണങ്ങിപ്പോകും. അപ്പം ഞാൻ ഇപ്പം തൊടിയിൽ നിന്നും പറിച്ചെടുത്ത കറിവേപ്പിലയായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ വെള്ളമയം എല്ലാം കളഞ്ഞ് ഇതേപോലൊന്ന് അടർത്തി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം ഉപ്പ് പൊടി നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ നമ്മൾ ഈ ഉപ്പ് പൊടി എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഉപ്പ് പൊടി കട്ട പിടിച്ചതാണെങ്കിൽ അതിങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി ചൂടാകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കട്ടയെല്ലാം ഉടഞ്ഞ് നല്ല പൗഡർ പോലെ ആയിത്തീരും. അപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച അല്ലെങ്കിൽ വെള്ളമയമൊക്കെ ഉള്ള ഉപ്പ് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെള്ളമയമുള്ള ഉപ്പ് പൊടി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പ് ഇപ്പം നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന കറിവേപ്പില പകുതിയോളം ഈ ഉപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇട്ട് കൊടുത്ത അപ്പം തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കണം കേട്ടോ. നല്ല ചൂടാണ്. ഉപ്പിൻ്റെ ചൂട് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് കൂടുതൽ ആവശ്യമില്ല കേട്ടോ. കാരണം ഇത് ഇലയല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്ത് കിട്ടും. നമ്മൾ ഈ കടലയൊക്കെ വറുക്കത്തില്ലേ ഉപ്പിട്ടിട്ട്, അതേപോലെ തന്നെയാണ്. എന്നാൽ ഈ കറിവേപ്പിലയുടെ നിറം ഒട്ടും തന്നെ മാറത്തുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഇതൊന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മളിപ്പം ഈ ഇല എടുത്തിട്ട് ഒന്ന് ഞെരടുകയാണെങ്കിൽ കണ്ടോ പൊടിഞ്ഞു പൊടിഞ്ഞു വരും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഈ ഒരു രീതിയിലേക്ക് ആയി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ നമ്മളിങ്ങനെ ഈ ഉപ്പിൽ നിന്ന് ഇതൊന്ന് വേർതിരിച്ച് എടുക്കണം. അപ്പം ഞാനിതൊന്ന് കോരി എടുക്കുകയാണ്. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ. നമ്മൾ ഒത്തിരി അങ്ങോട്ട് മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് കളറൊക്കെ മാറിപ്പോകും. അപ്പം ഞാൻ എല്ലാം ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കറിവേപ്പിലയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്ത് നമ്മൾ വെളിയിലേക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു വിടുകയാണെങ്കിൽ ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ തന്നെ ഇരിക്കും. അതിൻ്റെ ആ ഒരു പുതുമയും നഷ്ടപ്പെടത്തില്ല, കളറും പോകത്തില്ല. അപ്പം ഇതിങ്ങനെ നമ്മൾ എല്ലാം ഇപ്പം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ച ആ ഉപ്പ് നമുക്കിനി മറ്റാവശ്യങ്ങൾക്കൊക്കെ നമുക്ക് കറിക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് എടുത്ത് വെക്കുകയാണെങ്കിൽ. അപ്പം നമ്മൾ ഈ കറിവേപ്പില ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കുപ്പിയിൽ അടച്ച് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ വീട്ടിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കറക്കി എടുക്കാൻ പറ്റും. അപ്പം ഇത് നമ്മൾ ആ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ. ഒരു മാറ്റവും ഇല്ല. കുറച്ച് അധികം നാൾ നമ്മൾ ഈ പച്ചയായിട്ട് വെക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ അധികം നാൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത് പൊടിച്ച് പൗഡർ രൂപത്തിലാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ ഒരു കറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. നല്ലൊരു ടേസ്റ്റാണ് കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റ്, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ 2 രീതിയിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 2. നമ്മൾ ഈ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വെള്ളരിക്ക, മത്തങ്ങ, കുമ്പളങ്ങ, പടവലങ്ങ ഇതൊക്കെ നമ്മൾ കുറച്ച് വലുതാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ബാക്കി നമ്മൾ ഒന്നെങ്കിൽ ഫ്രിഡ്ജുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കും, അല്ലെങ്കിൽ പുറത്ത് വയ്ക്കും.
അപ്പം എങ്ങനെയൊക്കെ നമ്മൾ വെച്ചാലും 1-2 ദിവസത്തിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ മുറിച്ച് വെച്ച ഭാഗത്തുനിന്ന് എന്തായാലും അല്പമായിട്ട് അത് ചീഞ്ഞിട്ടുണ്ടാകും. പിന്നെ നമ്മളത് എടുക്കാൻ വേണ്ടി വീണ്ടും വളരെയധികം താമസിക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് തന്നെ അത് ചീഞ്ഞ് പോയി നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാകും. അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളരിക്ക, കുമ്പളങ്ങ, മത്തങ്ങ ഇതുപോലൊക്കെയുള്ള പച്ചക്കറികൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ പെട്ടെന്ന് ചീഞ്ഞു പോകാതിരിക്കാനും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം നാരങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ നാരങ്ങ നീര് ഇങ്ങനെ നമ്മൾ ആ മുറിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ ഈ നാരങ്ങാ നീര് തേച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും വെളിയിൽ വെച്ചാലും പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും ചീഞ്ഞു പോകത്തില്ല. ഇനി കേടായി പോകാനായിട്ട് ഇതുപോലെ തുടങ്ങിയ പച്ചക്കറി ആണെങ്കിൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ നാരങ്ങാ നീരൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കേടാകാതെ ഇരുന്നോളും. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 3. ഇതുപോലെ ചെറിയ ഒഴിവല് മീനൊക്കെ ആണെങ്കിൽ വീട്ടമ്മമാർക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ കത്തിയൊന്നും കൂടാതെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മീൻ എടുത്തതിന് ശേഷം ഇതാണെങ്കിൽ തീരെ ചെറുതാണ്. അപ്പോൾ ഇത് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ തലയും വാലും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമാണ്. ഇത് ഓരോന്ന് എടുത്തിട്ട് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ചിങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഓരോ മീനും ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ തലഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മുകളിലേക്കൊന്ന് വലിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് കണ്ട ആ ഉള്ളിലെ അഴുക്ക് ഉൾപ്പെടെ വെളിയിലേക്ക് ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് കൈ ഉപയോഗിച്ച് തന്നെ ഇതുപോലെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കത്തിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ബാലൻസ് അഴുക്കൊക്കെ ഉള്ളിലിരിക്കുന്നത് നമ്മൾ ഉപ്പിട്ടിട്ട് ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയോ നാരങ്ങയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നല്ലതുപോലെ നമ്മളൊരു 5-6 തവണയൊന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് കത്തിക്ക് വെച്ചിട്ട് ഓരോന്ന് അഴുക്കൊക്കെ കിള്ളിക്കളഞ്ഞ് ഒരുപാട് സമയം പോകും. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം ഞാനിത് മുഴുവനും ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടില്ലേ എന്ന് നോക്കിയേ. അപ്പോൾ ഇനി ചെറിയ ഒഴിവല് മീനൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ആരും ബുദ്ധിമുട്ടണ്ട, പ്രയാസപ്പെടേണ്ട. ഈ ഒരു രീതിക്കൊന്ന് ചെയ്താൽ മതി കേട്ടോ. ഈ നടുഭാഗത്ത് ഇങ്ങനെ വൈറ്റ് കളർ പോലെ കാണുന്നത് നമുക്കിതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതിനുശേഷം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് തേച്ച് കഴുകി എടുക്കാം. നമ്മളിതുപോലെ ഉപ്പിട്ടൊരു 3-4 തവണ കഴുകുമ്പം തന്നെ ആ ഉള്ളിൽ അഴുക്കെല്ലാം പോകും, മീൻ വൃത്തിയാകുകയും ചെയ്യും, കാണാനും നല്ല ഭംഗിയാണ്. അപ്പം ഇനി ഒഴിവിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് ക്ലീനാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 4. ഞാനിപ്പോൾ ഇവിടെ ഒരു സോപ്പാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏതെങ്കിലും സോപ്പ് എടുത്താൽ മതി. നല്ല മണമുള്ള സോപ്പ് എടുക്കണം. എന്നിട്ട് നമുക്ക് സോപ്പ് വേണ്ട, സോപ്പിൻ്റെ ഈ ഒരു കവറുണ്ടല്ലോ ഇത് മതി കേട്ടോ. അപ്പം ഇപ്പം നല്ല മഴക്കാലമല്ലേ, അപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗൊക്കെ പലപ്പോഴും മഴവെള്ളമൊക്കെ വീണ് നനഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്മെല്ലുണ്ട്, ബാഡ് സ്മെല്ലാണത്. അപ്പോൾ അങ്ങനെ ബാഗിലൊക്കെ പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഡെയിലി ഇങ്ങനെ ബാഗൊക്കെ നനഞ്ഞ് കഴിയുമ്പം ആ ഒരു അഴുക്ക് സ്മെല്ല് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല മണമുള്ള സോപ്പിൻ്റെ കവർ എടുത്തിട്ട് നമ്മുടെ ബാഗിൽ ഇതുപോലൊന്ന് ഇട്ട് വെച്ചാൽ മാത്രം മതി. അതിങ്ങനെ അടിയിൽ കിടന്നോളും. അപ്പോൾ തന്നെ നമ്മുടെ ആ ബാഗിൻ്റെ ദുർഗന്ധമൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചിലവുകളൊന്നും ഇല്ലാത്ത, നമ്മൾ വെറുതെ ഇത് വലിച്ചെറിഞ്ഞ് കളയുന്നതാണ്. സോപ്പ് എടുത്തിട്ട് സോപ്പിൻ്റെ കവർ നമ്മൾ ദൂരെ കളയാറാണ് പതിവ്. അപ്പം ഇതുപോലെ നല്ല മണമുള്ള സോപ്പിൻ്റെ കവർ ഇതുപോലൊന്ന് ബാഗിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും ബാഗിൽ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.